പോയിട്ട് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കം കത്തിച്ചിട്ട് ദാ ഇവിടോട്ട് വന്നൊന്ന് കിടന്നു കേട്ടോ. അപ്പോഴത്തേനും നീലൂട്ട അമ്മ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ കളറടിക്കുന്ന ബുക്കുണ്ടല്ലോ, അതെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ടും അവനത് വേണ്ട, അവന് കഥ പറഞ്ഞു കൊടുത്താൽ മതി. ഓരോ കാറിനും ഓരോ കഥ പറയണം, ഓരോ കാറിനും ഓരോ ഓട്ടോയ്ക്കും അവരുടേതായിട്ടുള്ള ഓരോരോ കഥ പറയണം. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. വൈകിട്ട് ചായ ഇട്ട് കുടിച്ചതും പിന്നെ അല്ലറ ചില്ലറ പാത്രങ്ങളും പിന്നെ ഞാൻ കൊണ്ടുപോയ പാത്രങ്ങൾ, ഞാൻ കാപ്പി കൊണ്ടുപോകും, ഉച്ചക്കലത്തേനുള്ള ചോറും കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കണമായിരുന്നു. അങ്ങനെ ചടപടേന്ന് അതൊക്കെ ഒന്ന് കഴുകി വെച്ചേട്ടോ. സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വെക്കാനുള്ള മടി കാരണമാണ് ഞാൻ ഫോൺ ഇങ്ങനെ ചാരി വെച്ചേക്കുന്നത്. ഇനി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരണം, അതിന് സെറ്റ് ചെയ്ത് വെക്കണം, അതൊക്കെ ഭയങ്കര സമയം എടുക്കുന്ന പരിപാടിയാണ്, മെനക്കേടാ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വെച്ചു. രാത്രിയിൽ കഴിക്കാനായിട്ട് അമ്മയ്ക്കും നീലൂസിനും ചോറ് ഇരിപ്പുണ്ട് കേട്ടോ. ചോറും അവിയലും മീൻ വറുത്തതും മെഴുക്കുവരട്ടിയും കുറച്ചിരിപ്പുണ്ട് ഉച്ചക്കലത്തെ. അപ്പോൾ അതുകൊണ്ട് എനിക്കും ചേട്ടായിക്കും സലാഡ്, മുട്ട പുഴുങ്ങിയതും സലാഡ്, വെള്ളരിയും തക്കാളിയും അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. രാത്രിയിലത്തേനൊന്നും എടുക്കാത്തത് കൊണ്ട് ഫ്രീ ആയിട്ട് കിടക്കാം, ജോലി കുറവുണ്ട്. പോയിട്ട് വന്നതുകൊണ്ടും കൂടിയാണ് ഞാൻ രാത്രിയിലൊന്നും വേണ്ട, ചോറ് തന്നെ മതി എന്ന് തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ ഈ ചരുവങ്ങളും കാര്യങ്ങളൊക്കെ വെളിയിൽ ബാസ്ക്കറ്റിനകത്താണ് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. കഴിക്കാനിരുന്നതായി മുട്ട കേട്ടോ. മുട്ട ഞാൻ രണ്ടായിട്ട് കീറിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറും മുട്ട കഴിക്കുമ്പം ഒന്ന് രണ്ടെണ്ണം കഴിക്കുമ്പോൾ, ഒന്ന് രണ്ട് പീസ് കഴിക്കുമ്പോഴേ നമുക്ക് മടുക്കും. ഇങ്ങനെ കഴിക്കാനൊന്നും മടുക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് മടുക്കത്തില്ല. അപ്പോൾ രണ്ട് മുട്ടയൊക്കെ ഈസി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ മുട്ടയും കഴിച്ചു, തക്കാളി കഴിച്ചു, കുക്കുംബർ കഴിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.